ഭയാനകമായ അതിഭീകരമായ ഒരു കൊലപാതകം ലൈവായിട്ട് കഴിഞ്ഞ ദിവസം ചാനലിൽ നാം കണ്ടു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രംഗം തന്നെയായിരുന്നു. ഒരു മനുഷ്യനെ രണ്ട് പയ്യന്മാർ ചവിട്ടി ഇടിച്ചും അടിച്ചും കൊല്ലുന്ന രംഗമാണ് കണ്ടത്. ബാലരാമപുരം തൊളിയക്കോട് RC സ്ട്രീറ്റിലെ രണ്ട് കൊച്ചു പയ്യന്മാർ, ഒരാൾക്ക് 19 വയസ്സുള്ള അനന്തു, അയാളുടെ ജ്യേഷ്ഠൻ അച്ചു 24 വയസ്സ്. ഈ കുട്ടികളാണ് 38 വയസ്സുള്ള സുമൻ എന്നൊരാളെ വിഴിഞ്ഞം മുക്കോല ബാറിൻ്റെ മുമ്പിലിട്ട് ചവിട്ടി ഇടിച്ചും കൊല്ലുന്ന രംഗം നമ്മൾ കണ്ടത്. 10-12 ആൾക്കാർ അത് വീഡിയോ എടുക്കുകയും നോക്കി നിൽക്കുകയും ചെയ്തു. ബാറിൽ വെച്ചുണ്ടായ ഒരു സംഘർഷമാണ്, ഒരു ഇഷ്യൂ ആണ് ഈ കൊലപാതകത്തിലേക്ക് ചെന്നെത്തിയത്. ബാറിലെ അച്ചു എന്ന ഈ ബാലരാമപുരം RC സ്ട്രീറ്റിലെ പയറ്റുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി 23-24 വയസ്സേ ഉള്ളൂ. മുക്കോല ബാറിലിരുന്ന് മദ്യപിച്ചു. ആ സമയത്ത് മറ്റടുത്തിരുന്ന ഒരാളുമായിട്ട് ചില ശണ്ടയുണ്ടായി. അവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഇത് കണ്ടു നിന്ന സമാധാന പ്രേമിയായ സുമൻ എന്ന 38 വയസ്സുകാരൻ അതിനകത്ത് ഇടപെട്ടു. രണ്ടുപേരെയും പിടിച്ചു മാറ്റിക്കഴിഞ്ഞപ്പം അച്ചു എന്ന 24-കാരൻ സുമൻ്റെ നേരെയായി. സുമനെ പിടിച്ച് തള്ളി. സുമൻ താഴെ വീണു. സുമൻ എന്തോ ഇവരെ ഭയം തോന്നി. സുമൻ എഴുന്നേറ്റ് ഓടി. ബാറിന് മുമ്പിൽ റോഡിൽ, പബ്ലിക് റോഡിൽ സുമൻ വീണു. സുമൻ വീണ ഉടനെ അച്ചു സുമൻ്റെ അടുത്ത് ചെന്നിട്ട് കഴുത്തിലൊരു ലോക്കിട്ട്, തറയിൽ കിടക്കുന്ന ആളെ ലോക്കിട്ട് പിടിച്ച് ഒരു രംഗം നമ്മൾ കാണുകയാണ്. കഴുത്ത് ഞെരിക്കുകയാണ്. സുമന് തറയിൽ വീണ സമയത്ത് അച്ചു അയാളുടെ ഇളയ സഹോദരൻ 19 വയസ്സ് മാത്രമുള്ള അനന്തുവിനെ വിളിച്ചു പറഞ്ഞു. അയാൾ ബൈക്കിൽ അവിടെ ഓടി എത്തുമ്പം ജ്യേഷ്ഠൻ ഈ സുമൻ്റെ കഴുത്തിൽ ലോക്കിട്ട് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. പിന്നീട് അനിയൻ അയാളെ നെഞ്ചു നോക്കി ചവിട്ടുകയാണ്. മുഖത്തും നെഞ്ചിലുമൊക്കെ ചവിട്ടുകയാണ്. രണ്ടുപേരും മാറി മാറി ചവിട്ടുന്ന രംഗം നമുക്ക് CCTV ദൃശ്യത്തിൽ കൂടെ കാണാം, അല്ലെങ്കിൽ മൊബൈൽ ദൃശ്യത്തിൽ കൂടെ കാണാം. അതെല്ലാം ഷൂട്ട് ചെയ്യുന്നു 12 പേര്. അവരാരും ഇതിനകത്ത് ഇടപെടുന്നില്ല. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുകയാണ്. പക്ഷേ അവർക്ക് ഭയം. കാരണം അവരാരോ തുനിഞ്ഞപ്പം ഇവർ രണ്ടുപേരും ആ ആളുടെ നേരെ തിരിഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മൃതപ്രായനായി ഈ ചവിട്ടും അടിയും എല്ലാം കൊണ്ട് റോഡിൽ ആൾ സോമൻ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഒരു സഹോദരൻ വീണ്ടും ചവിട്ടുകയും നെഞ്ചി ചവിട്ടുകയും മുഖത്ത് ചവിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റവൻ അവിടെ വന്ന് കൊല്ലടാ അവനെ എന്ന് വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. എത്ര ക്രൂരമായ ഭീകരമായ കൊലപാതകം നടത്തുന്നത് ഒരു വൈരാഗ്യമുള്ള ആരുമല്ല. ഇന്നസെൻ്റായ ഒരുത്തൻ ബാറിൽ വന്ന് അല്പം മദ്യപിച്ചു. ഇവരുമായിട്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായ ആളെ മാറി വിട്ടിട്ട് അതിന് ഇടപെട്ട ആളെയാണ് കൊന്നിരിക്കുന്നത്. എത്ര ക്രൂരമായ ഭീകരമായ കൊലപാതകം എങ്ങനെയാണ് ഈ കുട്ടി മനസ്സിലേക്ക് വന്നു കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ വാഞ്ചന എങ്ങനെയാണ് ഇവരുടെ മനസ്സിലേക്ക് വരുന്നത്? ചെറുപ്പം പോലെ ഈ അക്രമവാസനയിലോട്ട് വളർന്നു വന്ന കുട്ടികൾ തന്നെ, എനിക്ക് ആരും സംശയമില്ല. പിഴച്ചുപോയി അവരെ ട്രാക്ക് ചെയ്യാൻ ആളില്ല. ഇതുപോലെയുള്ള ധാരാളം കുട്ടികൾ കേരളത്തിൽ പല സ്ഥലത്തും 10, 20, 25 വയസ്സിനകം കൊലപാതകം ചെയ്ത് ഇപ്പം ജയിലിൽ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്ത് സംഭവിക്കുന്നു നമ്മുടെ യുവത്വത്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സുമൻ അവിടെ വീണ് കിടന്നപ്പം അയാളെ രക്ഷപ്പെടുത്തായിരുന്നു. 2 കമ്പോ വടിയോ പാരയൊക്കെ എടുത്ത് 12 പേരുണ്ടായിരുന്നല്ലോ. അവരെല്ലാം മദ്യപിച്ചിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ബാറിൻ്റെ അവിടെ കൂടത്തില്ലല്ലോ. ആരെങ്കിലും 2 പേര് വടിയെടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ കൊലപാതകം ഒഴിവാക്കി സുമനെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. സുമൻ്റെ അമ്മ 2 വയസ്സിൽ മരിച്ചു പോയതാണ്. അമ്മയുടെ സഹോദരിയുടെ ഒപ്പമാണ് പിന്നെ സുമൻ വളർന്നത്. അയാൾക്ക് 38 വയസ്സുണ്ട്. ഇപ്പം വിഴിഞ്ഞത്ത് കോവളത്ത് എവിടെയോ ഹോട്ടലിലെ കുക്കായിട്ട് ജോലി ചെയ്യുകയാണ്. ഭാര്യയുണ്ട്. അനാർക്കലി എന്ന് പറഞ്ഞൊരു കുഞ്ഞു കൊച്ചുണ്ട്. അത് കുഞ്ഞമ്മയുടെ ഒപ്പമാണ് താമസിക്കുന്നത്. ജോലി ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും.
അധ്വാനിയാണ്. അടുത്ത ദിവസം കുറച്ച് ദിവസമായിട്ട് റെസ്റ്റാണ്. കാരണം ഹോട്ടൽ ജോലിയിൽ ഇടയ്ക്ക് കൈ പൊള്ളി, അപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അയാൾ ഇവിടെ വരുന്ന വഴിക്ക് മദ്യപിക്കാൻ കയറിയിട്ടുണ്ടാവണം. അതൊരു കൊലപാതകം അല്ലെങ്കിൽ അയാളുടെ മരണത്തിലേക്ക്, ആ ബാറിൽ കയറിയത് മരണത്തേക്കുള്ള ഒരു കയറ്റം തന്നെയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, വൈരാഗ്യമില്ലാത്ത, അവിടെ കുടിക്കാൻ വന്ന ഒരു പയ്യനുമായിട്ടുള്ള വഴക്ക് ഈ രീതി ചെന്ന് അവസാനിക്കുമെന്ന് ഒരിക്കലും സുമനും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അയാൾക്കെന്തോ അരുതാഴിക തോന്നി. കാരണം ഇവൻ പിടിച്ച് തള്ളി താഴെ വീണപ്പോൾ അയാൾ ഇറങ്ങി ഓടിയെന്നാണ്. ഓടി ബാറിൻ്റെ മുമ്പിൽ റോഡിൽ വീണു. ആ തക്കം നോക്കിയാണ് അച്ചു അയാളെ ലോക്ക് ചെയ്യുന്നത്. കഴുത്തിൽ ലോക്ക് ചെയ്ത് കിടക്കുന്ന രംഗം നമുക്ക് ആ ദൃശ്യത്തിനകത്ത് കാണാം. ആ പാവം മനുഷ്യൻ തറയിൽ കിടക്കുകയാണ്. ഇവൻ ലോക്ക് ചെയ്ത് പൂട്ടി. അവൻ്റെ അനിയൻ വന്നതിന് ശേഷം രണ്ടുപേരും മാറി മാറി ചവിട്ടുമ്പം കൊല്ലടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവരൊക്കെ മനുഷ്യന്മാരാണോ? ഇവന്മാർ പച്ചയ്ക്ക് കൊല്ലുകയാണ്. ഇത് 24, 21 വയസ്സുള്ള 2 കുട്ടികളാണ് ഇത് ചെയ്തതെന്ന് വിചാരിച്ചോണം. തീർച്ചയായിട്ടും ദൃശ്യമുണ്ട്, സാക്ഷികൾ 10-12 പേരുണ്ട്. ഇത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ, തൂക്കിക്കൊലയിലോട്ട് വരണം. പയ്യന്മാരാണേലും ശരി, അവനൊക്കെ ആ സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുന്നത് ക്രിമിനലായിട്ടാണ്. ഇനിയും കൊല്ലും. ആ മടിയില്ലാത്തവന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജീവപര്യന്തമായാലും മരണം വരെ കിടക്കട്ടെ അവിടെ. കാരണം 20-25 വയസ്സേ ഉള്ളൂ. 10-50 വർഷം അവിടെ കിടന്ന് ചാകട്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്തൊരു കൊലപാതകമാണിത്! എത്ര ക്രൂരമായ കൊലപാതകം! ആ മനസ്സെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? 1-2 തല്ല് കൊടുത്തിട്ട് വിടാനുള്ളത് ആണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അത് നടത്തിക്കഴിഞ്ഞാൽ ആ പാവത്തിൻ്റെ കുടുംബവും ആ ഭാര്യയും കൊച്ചും ആ കുഞ്ഞമ്മയൊക്കെ രക്ഷപ്പെടും. എന്തോന്നാണ് ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്? കഞ്ചാവ് അടിക്കുന്നവരാണ്, ഡ്രഗ്സ് അടിക്കുന്നവരായിരിക്കാം. കാരണം സഹോദരൻ ഒരു ഫോൺ ചെയ്തപ്പം മറ്റേ സഹോദരൻ ഓടി വന്ന് അവൻ്റെ അതേ രീതിയിലുള്ള പ്രവൃത്തി ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു സഹോദരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ പ്രശ്നം ഒതുക്കി തീർക്കാനില്ല മറ്റൊരു സഹോദരൻ അതേ രീതിയിൽ വാശിയിൽ മറ്റവനും വന്നിട്ട് ചവിട്ടുകയാണ്. ഒരുത്തൻ ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പം മറ്റവൻ കൊല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ ആജീവനാന്തകം 2 പേരെയും ജയിലിലിടണം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെ അടുത്ത കാലത്ത് നമ്മൾ ദൃശ്യമായിട്ട് കാണുകയാണ്. എന്തായാലും പോലീസ് ഈ കേസ് കുറ്റമറ്റായ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റച്ചാർജ് 90 ദിവസത്തിനകം കൊണ്ടുപോകണം. ഇവന്മാരിനി പുറം ലോകം കാണരുത് എന്നാണ് എൻ്റെ അപേക്ഷ.